2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ നായർ വോട്ട് ബാങ്കിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലായിരുന്നു? അത് പെരുന്നയുടെ കയ്യിലായിരുന്നു അതോ ഡൽഹിയുടേതോ? കേരളത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സാമുദായിക സംഘടനയും കേന്ദ്ര ഭരണകൂടവും തമ്മിൽ ആരംഭിച്ച പുതിയ യുദ്ധം. എന്തുകൊണ്ടാണ് ഈ ആക്രമണം എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ്. സാധാരണയായിട്ട് ഉപരാഷ്ട്രപതിമാരൊന്നും ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിച്ച് കാണാറില്ല. കേന്ദ്ര മന്ത്രിമാരും സാമുദായിക സംഘടനകളെ പേരെടുത്ത് വിമർശിക്കാറുമില്ല. പക്ഷേ ഇവിടെ രണ്ടുപേരും ഒരേ വേദിയിൽ ഒരേ ശബ്ദം ഉയർത്തുന്നു. അതിനർത്ഥം ഇതൊരു ആകസ്മികമായിട്ടുള്ള പ്രതികരണമല്ല. പിന്നിൽ വ്യക്തമായിട്ടുള്ള ചില രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ ഉണ്ട്. കാരണം ഫെബ്രുവരിയിൽ സംഭവിച്ചത് BJP നേതൃത്വം മറക്കാൻ സാധ്യതകളില്ല. അങ്ങനെ മറന്നുവെങ്കിൽ അവിടെ ഒരു അർത്ഥോക്തിയിൽ നിർത്തേണ്ടതുണ്ട്. രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി അന്ന് കേരളത്തിലേക്ക് എത്തുകയാണ്. മന്നം സമാധിയിൽ ആദരാഞ്ജലി അർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിന് അനുമതി ലഭിക്കുന്നില്ല. BJPക്ക് അത് വെറും ഒരു പ്രോട്ടോകോൾ പ്രശ്നം മാത്രമായിരുന്നില്ല, അതൊരു രാഷ്ട്രീയ അപമാനം തന്നെയായിരുന്നു. അങ്ങനെ തന്നെയാണ്. അതായത് ഒരു രാഷ്ട്രീയ അപമാനമായിട്ട് തന്നെയാണ് കേരളം അതിനെ കണക്ക് കൂട്ടിയതും വിലയിരുത്തിയതും. അതുകൊണ്ടാണ് 5 മാസം കഴിഞ്ഞിട്ടും ഇവർ ഈ രാഷ്ട്രീയം വീണ്ടും പറയുന്നതും ഉയർത്തുന്നതും. അതിനർത്ഥം ഈ മുറിവ് അങ്ങനെ ഉണങ്ങിയിട്ടില്ല എന്നുള്ളതല്ലേ. BJPയുടെ യഥാർത്ഥ ലക്ഷ്യം അത് മനസ്സിലാക്കുക ഒരല്പം ബുദ്ധിമുട്ടാണ്. കേരളത്തിൽ BJPയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ് എന്നൊന്ന് നോക്കിയാൽ മതി. വോട്ട് ലഭിക്കുന്നുണ്ട്, പക്ഷെ അധികാരം ലഭിക്കുന്നില്ല. ശരിയാണ്, 3 MLA കയ്യിലുണ്ട് ഇപ്പോൾ. എന്തായാലും അതുകൊണ്ട് തന്നെ BJP വർഷങ്ങളായിട്ട് അന്വേഷിക്കുന്നത് ഒരു വലിയ സാമൂഹിക അടിത്തറയാണ്. അവർക്ക് ബംഗാളിലൊക്കെ ഉണ്ടാക്കിയെടുത്തതുപോലെ, അസമിൽ ഉണ്ടാക്കിയെടുത്തതുപോലെ വലിയൊരു സാമൂഹിക അടിത്തറ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവര് ശ്രമിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നായർ സമുദായം തന്നെയാണ്. നായർ സമുദായത്തിലെ രാഷ്ട്രീയ അഭിപ്രായം മുഴുവൻ BJPക്ക് ഒപ്പമല്ല. കോൺഗ്രസ്സുകാരുണ്ട്, CPMലുണ്ട്. അതുകൊണ്ട് തന്നെ NSSന്റെ ഔദ്യോഗിക നിലപാടുകൾ BJPക്ക് വളരെ നിർണായകമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ഇതിലെ പ്രശ്നം വരുന്നത്. സുകുമാരൻ നായർ പല വിഷയങ്ങളിലും BJP ആഗ്രഹിച്ച രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. അവരുടെ ആ വളച്ചുകെട്ടലിലേക്ക് അദ്ദേഹം വന്ന് ചേർന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.